മറ്റൊരു ലാസ്റ്റ് ഓവർ ത്രില്ലർ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിന് വിജയം. തങ്ങളുടെ ഹോം മത്സരത്തിൽ 12 റൺസിനാണ് LSG മുംബൈ ഇന്ത്യൻസിനെ തകർത്തത്. ഹർദിക്കിന്റെ 5 വിക്കറ്റ് പ്രകടനത്തിനും സൂര്യയുടെ 50ക്ക് മുംബൈനെ രക്ഷിക്കാനായില്ല. ബാറ്റിംഗിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നുവെങ്കിലും അവൈലബിൾ ആയ ബോളേഴ്സിനെ വെച്ച് മുംബൈയുടെ ശക്തമായ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടാൻ പന്ത് എന്ന ക്യാപ്റ്റന് സാധിച്ചു. ലക്നൗ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരത്തിൽ ടോസ് കിട്ടിയ മുംബൈ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പരിക്ക് മൂലം രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ കളിച്ചില്ല. 3-ാം പന്തിൽ ബൗണ്ടറി അടിച്ചാണ് മാർഷ് തുടങ്ങിയത്. എന്നാൽ 4-ാം പന്തിൽ താരം വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയെങ്കിലും മുംബൈ അത് അപ്പീൽ ചെയ്തില്ല. മത്സരത്തിന്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന തീരുമാനമായിരുന്നു അത്. മാക്രമിനെ കാഴ്ചക്കാരനാക്കി മാർഷ് അടിച്ചു തകർത്തപ്പോൾ 27 പന്തിൽ താരം 50 സ്വന്തമാക്കി. പവർ പ്ലേയിൽ 36 പന്തിൽ 30 പന്ത് മാർഷ് തന്നെ ഫേസ് ചെയ്തു എന്ന ഫാക്ട് മനസ്സിലാക്കുമ്പോഴാണ് എത്ര മനോഹരമായാണ് മാക്രം ഫോമിലുള്ള മാർഷിന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തെന്ന കാര്യം മനസ്സിലാകുക. 69 റൺസ് നേടിയ പവർ പ്ലേക്ക് ശേഷം 7-ാം ഓവറിലെ അവസാന പന്തിൽ മാർഷിനെ പുറത്താക്കി മലയാളി താരം വിഘ്നേഷാണ് ബ്രേക്ക് ത്രൂ മുംബൈക്ക് സമ്മാനിക്കുന്നത്. 9-ാം ഓവറിൽ ഹർദിക് അപകടകാരിയായ നിക്കോളാസ് പുരാനെ മടക്കി. 11-ാം ഓവറിൽ പന്തിനെയും കൂടെ ഹർദിക് വീഴ്ത്തിയതോടെ മുംബൈ ശക്തമായി മത്സരത്തിലോട്ട് തിരിച്ചു വന്നു. എന്നാൽ പിന്നീട് 50 റൺസിന്റെ പാർട്ണർഷിപ്പ് സ്വന്തമാക്കിയ ബദോനി മാക്രം സഖ്യം LSGയെ ശക്തമായ നിലയിലെത്തിച്ചു. അവസാന ഓവറുകളിൽ മില്ലർ കൂടെ തകർത്തടിച്ചപ്പോൾ നിശ്ചിത 20 ഓവറിൽ 203 റൺസ് നേടാൻ LSGക്ക് സാധിച്ചു. ഹർദിക് 5 വിക്കറ്റ് വീഴ്ത്തിയെങ്കിൽ എബോ പാർ സ്കോറിന് മുകളിലുള്ള ഒരു ടോട്ടൽ സ്വന്തമാക്കാൻ LSGക്ക് സാധിച്ചു. മാക്രം 53 റൺസും മാർഷ് 60 റൺസും സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിൽ മുംബൈ ഓപ്പണർമാർ LSG ബോളർമാരുടെ ട്രാപ്പിൽ വീണുപോയി. ഷോർട്ട് ബോൾ ഇറങ്ങി ഗ്രൗണ്ടിന്റെ ഏറ്റവും വലിയ ഭാഗത്തേക്ക് ഷോട്ട് കളിപ്പിച്ച് ഓപ്പണർമാരെ LSG വീഴ്ത്തി. എന്നാൽ 1 ഡൗൺ ആയി പ്രൊമോഷൻ കിട്ടിയ നമൻദീർ മിന്നും പ്രകടനമാണ് നടത്തിയത്. 24 പന്തിൽ താരം 46 നേടിയപ്പോൾ 64 റൺസ് മുംബൈ പവർ പ്ലേയിൽ നേടി. എന്നാൽ സ്ട്രാറ്റജിക് ബ്രേക്കിനു ശേഷമുള്ള ആദ്യ പന്തിൽ താരത്തെ പുറത്താക്കി ദിഗ്വേഷ് LSGക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നീട് ഇമ്പാക്ട് പ്ലെയറായി വന്ന തിലക് വർമ്മയുടെ ഇന്നിംഗ്സിനാണ് മുംബൈക്ക് തിരിച്ചടിയായത്. ഒരു വശത്ത് സൂര്യ മിന്നും പ്രകടനം നടത്തിയപ്പോൾ മറുവശത്ത് തിലക് വർമ്മ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും സ്ട്രഗിൾ ചെയ്തു. നല്ല രീതിയിൽ റൺസ് നേടാൻ സൂര്യയ്ക്ക് സാധിച്ചുവെങ്കിലും മറുവശത്ത് റൺ വരാത്തത് കൊണ്ട് ഒരിക്കലും കളിയിൽ ആധിപത്യം നേടാൻ മുംബൈക്ക് സാധിച്ചില്ല. ഒടുവിൽ 17-ാം ഓവറിലെ ആദ്യ പന്തിൽ ഓഫ് സൈഡിൽ വന്ന ആവേശ് ഖാന്റെ പന്ത് ലെഗ് സൈഡിലോട്ട് ഷോട്ട് കളിക്കാൻ ശ്രമിച്ച് സൂര്യ ക്യാച്ച് ഔട്ടായി മടങ്ങിയതോടെ മത്സരം LSGയുടെ കയ്യിലായി. 23 പന്തിൽ വെറും 2 ബൗണ്ടറി മാത്രം സ്വന്തമാക്കി 25 റൺസ് നേടിയ തിലക് 19-ാം ഓവറിലെ അവസാന പന്തിൽ റിട്ടയർഡ് ഔട്ടായി മടങ്ങി. എത്ര സ്ട്രഗിൾ ചെയ്താലും തിലകിന്റെ ടാലന്റ് വെച്ചും മാച്ച് സിറ്റുവേഷൻ വെച്ചും ഇനി വരാനുള്ളത് സാറ്റ്ലർ അടക്കം ബോളർമാരാണെന്ന വസ്തുത വെച്ചും റിട്ടയർഡ് ഔട്ട് ആകാൻ കാണിച്ച ആ തീരുമാനം ബ്ലണ്ടർ മാത്രമാണ്. എത്ര സ്ട്രഗിൾ ചെയ്തു പറഞ്ഞാലും അവസാന ഓവറിൽ തിലക് തന്നെയായിരുന്നു ക്രീസിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. ഒരു ബാറ്ററുടെ കോൺഫിഡൻസ് കളയുന്ന തീരുമാനമായി പോയി അത്. ഇന്ത്യയുടെ നിലവിൽ T20 ടീമിന്റെ പ്രധാന താരത്തിന്റെ ഭാഗത്തു നിന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്ത തീരുമാനം. 19-ാം ഓവറിൽ വെറും 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത താക്കൂർ ശരിക്കും LSGയുടെ ലോഡാകുകയായിരുന്നു. ആവേശ് ഖാൻ അവസാന ഓവറിൽ 22 റൺസ് ഡിഫെൻഡ് ചെയ്തപ്പോൾ മുംബൈയുടെ പോരാട്ടം 191-ൽ അവസാനിച്ചു. 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത ദിഗ്വേഷിന്റെ ഓവർ കളിയിൽ നിർണായകമായി. പ്രധാന ബോളർമാർ ആരുമില്ലാഞ്ഞിട്ടും കൃത്യമായ ബോളിംഗ് ചേഞ്ച് കൊണ്ടുവന്ന പന്തിന്റെ ക്യാപ്റ്റൻസിയുടെ വിജയം കൂടെയാണിത്. ആകാശ്ദീപ് കൈവിട്ട തിലക് വർമ്മയുടെ ക്യാച്ച് LSGക്ക് തന്നെ സഹായകമായി. മികച്ച സ്പെല്ലെറിഞ്ഞ ദിഗ്വേഷാണ് കളിയിലെ താരം. വിജയത്തോടെ LSG പോയിന്റ് ടേബിൾ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ മുംബൈ 7-ാം സ്ഥാനത്തേക്ക് വീണു.